Hi students. നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. ഇതിലാണ് നമ്മൾ കറന്റ്, വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിനോട് കൂടെ തന്നെ ഓംസ് ലോ എന്താണ്, അതുപോലെ റെസിസ്റ്റേഴ്സ് രണ്ട് തരത്തിലാണ് സാധാരണ ഇതിൽ കണക്ട് ചെയ്യാറുള്ളത്. ഒന്ന് സീരീസ്, രണ്ട് പാരലൽ. അതിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്തരം റെസിസ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തതാണ്. ഇത് നമ്മൾ പറയാൻ പോണത് സെക്കൻഡ് കേസ് ആണ്. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ടു റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്തരം റെസിസ്റ്റേഴ്സിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് R1 ആൻഡ് R2 എന്ന് പറഞ്ഞ രണ്ട് റെസിസ്റ്റർ കൺസിഡർ ചെയ്യാണ്. ആ രണ്ട് റെസിസ്റ്റേഴ്സും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. R1, R2 ഇത് രണ്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കറന്റ് ഇതിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് V എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ് നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഇതിലേക്ക് സപ്ലൈ ചെയ്യുന്ന കറന്റ് I. പക്ഷെ ഈ കറന്റിന് പ്രത്യേകത ഉണ്ട്. ഈ കറന്റ് A എന്നുള്ള ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാല് രണ്ട് കറന്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് R1 എന്ന റെസിസ്റ്ററിലേക്ക് I1 എന്ന് പറഞ്ഞ കറന്റും R2 എന്ന് പറഞ്ഞ റെസിസ്റ്ററിലേക്ക് I2 എന്ന് പറഞ്ഞ കറന്റും ആയിരിക്കും പാസ് ചെയ്യുക. അപ്പൊ ടോട്ടൽ കറന്റ് I ആണ്. അത് എന്ത് ചെയ്തു, A എന്നുള്ള ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ I1 ആൻഡ് I2 ആയിട്ട് സ്പ്ലിറ്റ് ആയി. എന്നിട്ട് I1 എന്നുള്ള കറന്റ് അക്രോസ് R1 ഉം I2 അക്രോസ് R2 ആയിട്ടാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, കൺസിഡർ ടു റെസിസ്റ്റേഴ്സ്. ഈ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കൺസിഡർ ടു റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ സോ ദാറ്റ് ബോത്ത് ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ R1ന്റെയും R2ന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, സെയിം ആണ്. പക്ഷെ കറന്റ് ഡിഫറെന്റ് ആണ്. അതായത് R1ലേക്കുള്ള കറന്റ് I1 ഉം R2ലേക്കുള്ള കറന്റ് I2 ആണ്. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് റെസിസ്റ്റേഴ്സിലും സെയിം തന്നെയാണ്. V എന്നുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് നമ്മൾ ഈ R1 ആൻഡ് R2 എന്നുള്ള റെസിസ്റ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്നത്. സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ്സ് A and B. At the point A, the current I split into two parts, I1 and I2. The current I1 passes through R1 and I2 passes through R2. More current will be passes through the smaller resistance. അതായത് നമ്മൾ I എന്നുള്ള കറന്റ് ഇവിടെ സ്പ്ലിറ്റ് ആവുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ സ്പ്ലിറ്റ് ആയതിനു ശേഷം ഏതാണോ കൂടുതൽ കറന്റ്, അപ്പൊ കൂടുതൽ കറന്റ് പാസ് ചെയ്യുന്നത് ചെറിയ റെസിസ്റ്റൻസിലൂടെ ആയിരിക്കും. ചിലപ്പോൾ അത് R1 ആയിരിക്കും, അല്ലെങ്കിൽ R2 ആയിരിക്കും. ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. ഏതാണോ ചെറിയ റെസിസ്റ്റൻസ് അതിലൂടെ ആയിരിക്കും കൂടുതൽ കറന്റ് പാസ് ചെയ്യുക. ഇനി നമുക്കറിയാം ഇവിടെ I എന്നുള്ള കറന്റ് സ്പ്ലിറ്റ് ആയിട്ട് I1 ആൻഡ് I2 ആയിട്ട് മാറി. ഇപ്പൊ നമുക്ക് പറയാം ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ I1ന്റെയും I2ന്റെയും സം ആയിരിക്കും. നമുക്ക് I is equal to I1 plus I2 എന്ന് എഴുതാം അല്ലെ. ടോട്ടൽ കറന്റ് I is equal to I1 plus I2. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. R1ൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ R2ലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. അതെന്താണ്, V ആണ് അല്ലെ. V is equal to I1 R1 and V is equal to I2 R2. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ V is equal to I1 R1 എന്ന് കിട്ടി. അതുപോലെ തന്നെ V is equal to I2 R2. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഫസ്റ്റ് ഇക്വേഷൻ V is equal to I1 R1 ഇതിന് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. അതുപോലെ V is equal to I2 R2 ഇത് നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ I1-നൊരു ഇക്വേഷൻ എഴുതാം. അതുപോലെ തന്നെ തേർഡ് ഇക്വേഷനിൽ I2-നൊരു ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ഇക്വേഷൻ നമ്പർ 2. കൺസിഡർ ഇക്വേഷൻ നമ്പർ 2. എന്ത് വരും, I1-ൽ ഇക്വേഷൻ എഴുതുമ്പോൾ I1 ഒരു സൈഡിൽ നിർത്തിയിട്ട് R1-നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്താണെന്ന് വരിക, I1 is equal to ഇവിടെ ഇൻറ്റു R1 ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോ ബൈ R1, V by R1. ഇതേപോലെ തന്നെ
കൺസിഡർ തേർഡ് ഇക്വേഷൻ. Consider equation number 3. I2 is equal to V by R2. അല്ലേ? ഇപ്പൊ എന്തായി? I1നും I2നുള്ള ഇക്വേഷനായി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 4ഉം 5ഉം കൂടി ഇക്വേഷൻ നമ്പർ 1ൽ കൊടുത്തു വെക്കാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 4 and 5 in 1. അതായത് I1ന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷനും I2ന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷനും കൊടുത്തത്. അപ്പൊ എന്താ വരിക? I is equal to I1ന്റെ സ്ഥാനത്ത് എന്ത് വരും? V by R1 പ്ലസ് I2ന്റെ സ്ഥാനത്ത് V by R2 അല്ലേ? ഇവിടെ നോക്കുക, ഈ രണ്ട് ഇക്വേഷനും V കോമൺ ആണ്. അപ്പൊ നമ്മൾ ആ വീനൊന്ന് പുറത്തെടുക്കുകയാണ്. വീനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താവും വരിക? I is equal to V നമ്മൾ പുറത്തെടുത്തു. ബാക്കിയുള്ള ടൈം ഇവിടുന്ന് V പോയി കഴിഞ്ഞാല് 1 by R1 പ്ലസ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 1 by R2. ഇനി നമ്മളിവിടെ ഈ വീനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താ വരിക? ഇൻഡുള്ളത് ഇങ്ങോട്ട് വരുമ്പോ ബൈ ആവും. I by V is equal to 1 by R1 plus 1 by R2 അല്ലേ? അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു അല്ലെ? അപ്പൊ നമുക്ക് I by V ക്ക് ഒരു ഇക്വേഷൻ I by V is equal to 1 by R1 plus 1 by R2 ആയി. ഇനി നമ്മള് നമ്മുടെ ഓംസ് ലോ V is equal to IR എന്നുള്ള ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാണ്. കൺസിഡർ V is equal to IR. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ I by V is equal to 1 by R1 plus 1 by R2 ആണ്. അപ്പൊ അതേപോലെ നമുക്ക് I by V ക്ക് ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? ഇവിടെ നമുക്ക് ഇത് ഇക്വേഷൻ സോൾവ് ചെയ്ത് വന്നപ്പോ I by V ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ V is equal to IR എന്നുള്ള ഇക്വേഷനിന്ന് I by V ക്ക് ഒരു ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതുക? എന്ത് ചെയ്താൽ മതി? ഈ ഐന്റെ സ്ഥാനത്തേക്ക് ഈ V ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ എന്താവും വരിക? V ഇങ്ങോട്ട് പോകുമ്പോ ബൈ V ഈക്വൽ ടു ഈ ഇൻറ്റു ആർ ഇങ്ങോട്ട് വരുമ്പോ 1 by R ആവും അല്ലെ? ഇൻറ്റു ഉള്ളത് സമത്തിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോ ബൈ ആവും. അപ്പൊ 1 by R. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 7 എഴുതി. ഇത് നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? V is equal to IR, അതായത് ഓംസ് ലോ കൺസിഡർ ചെയ്തു. ഇവിടെ നമുക്ക് ആദ്യം I by V ക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ I by V ക്ക് നമ്മൾ മറ്റൊരു ഇക്വേഷൻ എഴുതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഓംസ് ലോ കൺസിഡർ ചെയ്തത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? I by V എഴുതാൻ വേണ്ടിയിട്ട് ഈ സൈഡിലുള്ള V നമ്മൾ ഐന്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായി? I by V എന്നായി. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു R എക്സ്ട്രാ ഉണ്ട്. ഈ ആറിനെ ഈക്വൽറ്റിന്റെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇൻറ്റു ആർ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോ ബൈ ആർ ആയി. അപ്പൊ 1 by R is equal to I by V. ഇത് നമ്മൾ ചെയ്യണത് ഈ രണ്ട് ഇക്വേഷനും സെയിം ആണ്. ഈ ഇക്വേഷൻ നമ്പർ 6ഉം ഇക്വേഷൻ നമ്പർ 7ഉം എന്തിനുള്ള 6 അല്ല, ഇക്വേഷൻ നമ്പർ 6ഉം ഇക്വേഷൻ നമ്പർ 7ഉം സെയിം ആണ്. എന്തിനുള്ള ഇക്വേഷൻ? രണ്ടും I by V ക്കുള്ള ഇക്വേഷൻ ആണ്. രണ്ടിലെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി റൈറ്റ് സൈഡും ഈക്വൽ ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 by R is equal to 1 by R1 plus 1 by R2 അങ്ങനെ എഴുതിക്കൂടെ? 1 by R is equal to, അതായത് റെസിസ്റ്റൻസ് ഇൻ, നേരത്തെ നമ്മള് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആയപ്പോ നമ്മള് RS എന്നാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പാരലൽ ആയതുകൊണ്ട് നമ്മള് ടോട്ടൽ റെസിസ്റ്റൻസിന് നമ്മള് RP എന്നാ കൊടുക്കുന്നത്. 1 by RP is equal to 1 by R1 plus 1 by R2. ഇതെങ്ങനെയാണ് വന്നത്? ഈ ഇക്വേഷനില് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്. ഇവിടെ I by V ആണ്, ഇതിലും I by V ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എഴുതാം റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് എഴുതാം. അപ്പൊ എന്ത് വന്നു? 1 by R is equal to 1 by R1 plus 1 by R2. ഇതാണ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആവുന്ന കേസില് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇതിപ്പോ രണ്ട് റെസിസ്റ്റൻസ് ആണെങ്കിലാണ് 1 by R1 plus 1 by R2.
ഇനി ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര പ്ലസ് 1/Rn. നമുക്ക് എന്ത് എഴുതാം, 1/Rp is equal to sigma I is equal to 1 to n 1/R അല്ലെ. ഏത് വരെയാണോ നമ്മുടെ റെസിസ്റ്റേഴ്സിന്റെ നമ്പർ പോകുന്നത്, ഇപ്പൊ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്തരം റെസിസ്റ്റേഴ്സിന്റെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. സിഗ്മ I is equal to 1 to n 1/Rn. ആ n എന്നുള്ളത് ഏത് വരെ ആകാം, 1 മുതൽ n വരെ ആകാം. ഇപ്പൊ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആവുന്ന കേസിൽ എന്താ നമുക്ക് കൺസിഡർ ചെയ്തത്, RS ഈക്വൽ ടു റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് R എന്നായിരുന്നു. റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആയപ്പോ 1/Rp is equal to 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര പ്ലസ് Rn അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് രണ്ട് തരത്തിൽ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ തിയറി ചോദിക്കാറുണ്ട്. നേരത്തെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ പറഞ്ഞപ്പോ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ലാസ്റ്റ് 1/Rp is equal to 1/R1 പ്ലസ് 1/R2 എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. 1/Rp is equal to 1/R1 പ്ലസ് 1/R2. നമ്മൾ സാധാരണഗതിയിൽ RS എന്നുള്ള ഇക്വേഷൻ ആണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിൽ ഉപയോഗിച്ചത്. ഇവിടെ 1/Rp ആണ്. നമുക്ക് എന്തിനുള്ള ഇക്വേഷൻ വേണം, Rpക്കുള്ള ഇക്വേഷൻ വേണം. അപ്പൊ ഇതിന് നമ്മൾ Rpക്കുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. R1 into R2 by R1 plus R2. ഇത് ഉപയോഗിച്ചിട്ടാണ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആവുന്ന കേസിൽ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. R1ന്റെ സ്ഥാനത്ത് R1ന്റെ വാല്യൂ കൊടുക്കുക, R2ന്റെ സ്ഥാനത്ത് R2ന്റെ വാല്യൂ കൊടുക്കുക. അപ്പൊ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണിത് R1 R2 by R1 plus R2. പ്രിൻസിപ്പിൾ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്. അതായത് നേരത്തെ വരച്ചിരുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ ഫിഗർ. അതായത് ക്യാപിറ്റൽ ലെറ്റർ R ആൻഡ് സ്മോൾ ലെറ്റർ R. നേരത്തെ നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആണ് കൺസിഡർ ചെയ്തത്. ഇവിടെ നമ്മൾ റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്തത് ഒന്ന് ലാർജ് റെസിസ്റ്റൻസും ഒന്ന് സ്മോൾ റെസിസ്റ്റൻസും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആറും ഒന്ന് സ്മോൾ ലെറ്റർ ആറും കൊടുത്തിട്ടുള്ളത്. ഇത് ലാർജ് റെസിസ്റ്റൻസും ഇത് സ്മോൾ റെസിസ്റ്റൻസും. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു EMF കൊടുത്തു, ഈ എന്ന് പറഞ്ഞ EMF കൊടുത്തു. ഇതിലൂടെ ഈ ജംഗ്ഷൻ I എന്നുള്ള കറന്റാണ് നമ്മുടെ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്നത്. ആ I എന്നുള്ള കറന്റ് A എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞപ്പോ രണ്ട് കറന്റായിട്ട് സ്പ്ലിറ്റ് ആയി. ഒരു പോർഷൻ ലാർജ് റെസിസ്റ്റൻസിലൂടെയും ഒരു പോർഷൻ സ്മോൾ റെസിസ്റ്റൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിൽ I ക്യാപിറ്റൽ ലെറ്റർ R എന്ന് കാണിച്ചിട്ടുള്ളതാണ് ലാർജിലൂടെ പാസ് ചെയ്യുന്നത്. I സ്മോൾ ലെറ്റർ R എന്ന് കാണിച്ചിട്ടുള്ളത് സ്മോൾ റെസിസ്റ്റൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. നേരത്തെ എഴുതിയപ്പോൾ തന്നെ കൺസിഡർ ടു റെസിസ്റ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റർ R ആൻഡ് സ്മോൾ ലെറ്റർ R ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു ജംഗ്ഷൻ A ആൻഡ് B. ഇവിടെ പാസ് ചെയ്യുന്ന കറന്റും ആ കറന്റ് സ്പ്ലിറ്റ് ആയിട്ട് I R ആൻഡ് I സ്മോൾ ലെറ്റർ R splits into two parts, I capital letter R and I small letter R. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നേരത്തെ നമ്മൾ I is equal to I1 plus I2 എഴുതിയിരുന്നു. ടോട്ടൽ കറന്റ് I is equal to I1 plus I2 ആയിരുന്നു. ഇവിടെ എന്താണ് ടോട്ടൽ കറന്റ് വരിക? ഇവിടെ നമ്മൾ ടോട്ടൽ കറന്റ് കൺസിഡർ ചെയ്ത് തന്നെ സ്മോൾ ലെറ്റർ I ആയിട്ടാണ്. നമുക്കറിയാം ടോട്ടൽ കറന്റ് I is equal to എന്ത് വരും? IR plus I small letter R. IR plus I small letter R. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ് അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് റെസിസ്റ്റേഴ്സിലും ഈക്വൽ ആണ്. അതായത് V is equal to IR എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യാം അല്ലെ. V is equal to IR എന്നുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റേഴ്സിലും എന്താണ്
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. അപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ V ഈക്വൽ ടു I1 R1 V ഈക്വൽ ടു I2 R2 എഴുതിയിരുന്നു. നേരത്തെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന കേസിൽ. അപ്പൊ അതേപോലെ തന്നെ V ഈക്വൽ ടു I1 നേരത്തെ ഇവിടെ I1 ഉം I2 ആയിരുന്നു. ഇവിടെ I1 ന്റെ I2 ന്റെ സ്ഥാനത്ത് എന്താണ് I ക്യാപിറ്റൽ ലെറ്റർ R I സ്മോൾ ലെറ്റർ R ആണ്. അപ്പൊ I1 R1 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക I സ്മോൾ ലെറ്റർ R കൊടുക്കുക. അപ്പൊ V ഈക്വൽ ടു IR ഇൻറ്റു R അല്ലെ ഈക്വൽ ടു അടുത്തത് I2 R2 അല്ലേ. അതിൽ I2 ന്റെ സ്ഥാനത്ത് I സ്മോൾ ലെറ്റർ R ഇൻറ്റു R2 എന്ന് പറയുന്നത് എന്താണ് സ്മോൾ ലെറ്റർ R ആണ്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു അല്ലെ. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇക്വേഷൻ നമ്പർ 1 ഫ്രം ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യാ I സ്മോൾ ലെറ്റർ R എന്നുള്ളൊരു ഇക്വേഷൻ എഴുതുകയാണ്. എന്താവും വരിക അപ്പൊ I സ്മോൾ ലെറ്റർ R അവിടെ നിർത്തി കഴിഞ്ഞാൽ IR ഇങ്ങോട്ട് വരുമ്പോ I മൈനസ് IR ആവും അല്ലെ. I മൈനസ് IR ആയി. നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഈ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് കൊടുത്തു വെക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 3 in 2 എന്താവും വരിക ഈ V അവിടെ നിൽക്കട്ടെ. ഈ IR ന്റെ സ്ഥാനത്ത് എന്ത് വരും I മൈനസ് I ക്യാപിറ്റൽ ലെറ്റർ R. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ IR ഇൻറ്റു R ഇസ് ഈക്വൽ ടു I സ്മോൾ ലെറ്റർ R ന്റെ സ്ഥാനത്ത് എന്ത് വരും I മൈനസ് I ക്യാപിറ്റൽ ലെറ്റർ R ഇൻറ്റു R അല്ലെ. ഇത് നമ്മൾ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്താ വരിക IR ഇൻറ്റു R ഇസ് ഈക്വൽ ടു I ഇൻറ്റു സ്മോൾ ലെറ്റർ R മൈനസ് IR ഇൻറ്റു R മൈനസ് IR ഇൻറ്റു R. ഇവിടെ നോക്കുക ഇവിടെ ഒരു IR ഇൻറ്റു R ഉണ്ട്, ഇവിടെ ഒരു IR ഇൻറ്റു R ഉണ്ട്. ഈ രണ്ട് ടൈമിലും I ക്യാപിറ്റൽ ലെറ്റർ R കോമൺ ആണ്. അപ്പൊ അതിനെ നമുക്കൊരു സൈഡിലേക്ക് നിർത്താം. അപ്പൊ അതിനു വേണ്ടി നമ്മള് ഈ മൈനസ് IR ഇൻറ്റു ആറിനെ ഇവിടെ കൊണ്ടുവരുമ്പോ എന്താവും പ്ലസ് IR ഇൻറ്റു R ദാറ്റ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു R അല്ലേ. എന്താ ആദ്യം നമ്മള് I സ്മോൾ ലെറ്റർ R ഇക്വേഷൻ എഴുതി. എന്നിട്ട് I സ്മോൾ ലെറ്റർ R ഇക്വേഷൻ നമ്പർ 2 ഒന്ന് കൊടുത്തു നോക്കി. അപ്പൊ ഇതുപോലെ ഇക്വേഷൻ കിട്ടി. ഇതുപോലെ തന്നെ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതൊക്കെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ I ക്യാപിറ്റൽ ലെറ്റർ R ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു I ക്യാപിറ്റൽ ലെറ്റർ R ഉണ്ട്. ആ രണ്ടിലും കൂടി ഒരുമിച്ച് എഴുതിയപ്പോ ഈ മൈനസ് ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോ പ്ലസ് ആയിട്ട് മാറി. ബാക്കിയുള്ള ഈ സൈഡിൽ ഇതുപോലെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്ന് I ക്യാപിറ്റൽ ലെറ്റർ R പുറത്തെടുത്തൂടെ I ക്യാപിറ്റൽ ലെറ്റർ R ഇൻറ്റു ഇവിടുന്ന് I R പോയി കഴിഞ്ഞാൽ ബാക്കി R പ്ലസ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ R സ്മോൾ ലെറ്റർ R അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു IR I സ്മോൾ ലെറ്റർ R. എന്ത് ചെയ്യാം ഇത് നമുക്ക് IR ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ. എന്താവും വരിക I ഇൻറ്റു R ബൈ R പ്ലസ് R അല്ലേ. ഇതാണ് എന്ത് IR നുള്ള ഇക്വേഷൻ. അതായത് ഇവിടെ എത്ര പോർഷൻ ഓഫ് കറന്റ് ആണ് പാസ് ചെയ്തത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് IR. ഇതേപോലെ തന്നെ നമുക്ക് I സ്മോൾ ലെറ്റർ R നുള്ള ഇക്വേഷൻ എഴുതിക്കൂടെ. എങ്ങനെയാവും വരിക ഇതേ മെത്തേഡിൽ തന്നെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൽ നമ്മൾ എന്താ മെത്തേഡിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മള് ആ സെക്കൻഡ് ഇക്വേഷന് I സ്മോൾ ലെറ്റർ R നുള്ള ഇക്വേഷൻ ആണ് ആദ്യം എഴുതിയത് അല്ലെ. I മൈനസ് IR എന്ന് പറഞ്ഞിട്ട് എഴുതി. ആ സ്ഥാനത്ത് എന്ത് ചെയ്യുക I ക്യാപിറ്റൽ ലെറ്റർ R നുള്ള ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഇതേ മെത്തേഡിൽ ചെയ്തു വന്നു കഴിഞ്ഞാൽ എന്താവും വരിക I ഇൻറ്റു ഈ സ്മോൾ ലെറ്റർ R ന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ലെറ്റർ R ആവും, താഴെ അതുപോലെ തന്നെ R പ്ലസ് R. ഇപ്പൊ എന്തായി ഈ രണ്ട് ബ്രാഞ്ചിലൂടെയും പാസ് ചെയ്യുന്ന കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയി. ഫസ്റ്റ് I ക്യാപിറ്റൽ ലെറ്റർ R, സെക്കൻഡ് I സ്മോൾ ലെറ്റർ R.
ഇതിൽ ഈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ കറന്റ് ആണ്. ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാല് സ്മോൾ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, രണ്ടിന്റെയും സം. അതേപോലെ തന്നെ ഇവിടെയും ഐ എന്ന് പറഞ്ഞാല് ടോട്ടൽ കറന്റ്, ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലാർജ് റെസിസ്റ്റൻസ് ഏതാണോ അത് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഓരോ ബ്രാഞ്ചിലൂടെയും പാസ് ചെയ്തിട്ടുള്ള എത്ര പോർഷൻ ഓഫ് കറന്റ് ആണ് അവിടെ, ടോട്ടൽ കറന്റിന്റെ എത്ര പോർഷൻ ആണോ അവിടെ പാസ് ചെയ്തിട്ടുള്ളത് അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ റെസിസ്റ്റൻസിലൂടെയാണ് നമ്മുടെ ലാർജ് കറന്റ് പാസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ സ്മോൾ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ഏതാണ്? ഈ സ്മോൾ ലെറ്റർ ആറാണ്. അപ്പൊ ഇതിലൂടെ ആയിരിക്കും ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള മേജർ പോർഷൻ ഓഫ് കറന്റ് പാസ് ചെയ്യുന്നത് ഇതിലൂടെ ആയിരിക്കും, ഈ സ്മോൾ ലെറ്റർ ആറിലൂടെ ആയിരിക്കും. അത്തരം റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഷണ്ട് റെസിസ്റ്റൻസ്. എ ലാർജ് കറന്റ് passes through the small resistance. Such a resistance connected parallel to the large resistance is called shunt resistance. A large current passes through a small resistance. Such a resistance connected parallel to the large resistance is called shunt resistance. അതായത് ഈ മേജർ പോർഷൻ ഓഫ് കറന്റ് പാസ് ചെയ്യുന്ന സ്മോൾ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഷണ്ട് റെസിസ്റ്റൻസ്. അത്തരം റെസിസ്റ്റേഴ്സ് ലാർജ് റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇതുപോലെ ചില കേസിൽ ടോട്ടൽ കറന്റ് തരും. അതുപോലെ തന്നെ ഈ IRന്റെ വാല്യൂ, ഇവിടെ എത്ര പോർഷൻ ഓഫ് കറന്റ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കേസിൽ എന്ത് ചെയ്യില്ല, ഒരു സർക്യൂട്ടിലേക്ക് പാസ് ചെയ്യുന്ന ടോട്ടൽ കറന്റ് മാത്രമേ തരുള്ളൂ. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറയും? ഈ രണ്ട് റെസിസ്റ്റൻസിലേക്കും പാസ് ചെയ്യുന്ന കറന്റ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അതായത് ഐ ക്യാപിറ്റൽ ലെറ്റർ ആറിന്റെയും ഐ സ്മോൾ ലെറ്റർ ആറിന്റെയും കറന്റ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതിയില്ലേ, അതിന് നമ്മൾ ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ എഴുതാണ്. കറന്റ് ഇൻ വൺ ബ്രാഞ്ച്, അതായത് ഒരു ബ്രാഞ്ചിലുള്ള കറന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്മോൾ ലെറ്റർ ഐ ഇൻറ്റു ആയിരുന്നു. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കറന്റ് ആണ്. അപ്പൊ ടോട്ടൽ കറന്റ് ഇൻറ്റു ഇവിടെ ഏത് ബ്രാഞ്ചാണോ നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പൊ ഇതിന്റെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഐ ക്യാപിറ്റൽ ലെറ്റർ ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് ആർ. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് ഇൻ വൺ ബ്രാഞ്ച് ആണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് കറന്റ് ഇൻ വൺ ബ്രാഞ്ച് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാല് ടോട്ടൽ കറന്റ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാഞ്ചിന്റെ എന്താണ് നമ്മൾ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റെസിസ്റ്റേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? റെസിസ്റ്റർ ഇൻ അതർ ബ്രാഞ്ച് ബൈ എന്താണ്? ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാല് ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇതാണ് നമ്മുടെ കറന്റ് ഇൻ വൺ ബ്രാഞ്ച് കാണാനുള്ള ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്?
ഓരോ ബ്രാഞ്ചിലൂടെയും പാസ് ചെയ്യുന്ന കറന്റ് കണ്ടുപിടിക്കാൻ പോകണം. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ കറന്റ് പാസ് ചെയ്യുന്ന ലാർജ് റെസിസ്റ്റൻസ്, ലാർജ് കറന്റ് പാസ് ചെയ്യുന്ന സ്മോൾ റെസിസ്റ്റൻസ്. അത്തരം റെസിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് കിർച്ചോഫ് ലോ ആണ്. അതിൽ കിർച്ചോഫ് ലോ നമ്മള് 2 ലോ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ലോ 1, അത് ലോ 1 എന്നിട്ടുള്ളത് നമ്മളൊരു സർക്യൂട്ടിലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ആ പോയിന്റിലേക്ക് ഒരുപാട് കറണ്ട് വരുന്നുണ്ടാവും, ചില കറണ്ട് പോകുന്നുണ്ടാവും. അപ്പൊ ആ പോയിന്റും അതുപോലെ അതിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടുമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ഇവിടെ നമ്മൾ 5 റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള കറന്റും കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റെസിസ്റ്റർ R1ലേക്കുള്ള കറന്റ് I1, I2, I3, I4, I5. ഞാൻ 5 കറന്റും കാണിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുക, ഈ പോയിന്റിലേക്ക് ടുവേർഡ്സ് ആയിട്ടുള്ള കറന്റാണ് നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. എവേ ഫ്രം ദ പോയിന്റ് ആണ് എന്ത്? പുറത്തേക്ക് ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് കറന്റ് എന്താണ്? ഈ പോയിന്റിലേക്ക് ടുവേർഡ്സ് ആണ്, ആ പോയിന്റിലേക്ക് വരുന്ന കറന്റ് ആണ്. അപ്പൊ I1 എന്ന് പറഞ്ഞ കറന്റ് ഈ പോയിന്റിലേക്ക് വരുന്ന കറന്റ് ആണ്. I2 എന്താണ്? ഈ പോയിന്റിൽ നിന്ന് എവേ ചെയ്യുന്ന, അതായത് പുറത്തേക്ക് പോകുന്ന കറന്റ് ആണ് എന്ത്? I2. അതേപോലെ I3 പോയിന്റിലേക്ക് വരുന്ന കറന്റ്, ടുവേർഡ്സ് ദ കറന്റ്. I4 എവേ ഫ്രം ദ പോയിന്റ്. I5 ടുവേർഡ്സ് ദ പോയിന്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ സർക്യൂട്ട് കാണിച്ചിട്ടുള്ളത്. ഇതിന് കാരണം എന്താ വെച്ചാല് നമ്മൾ ഒരു പോയിന്റിലേക്ക് കുറച്ച് കറണ്ട് വരുന്നുണ്ടാവും, കുറച്ച് കറണ്ട് പുറത്തു പോകുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ അത് ടുവേർഡ്സ് ദ പോയിന്റ് ആയിട്ടുള്ള കറന്റും എവേ ചെയ്യുന്ന കറന്റിന്റെയും ടോട്ടൽ സം എന്തായിരിക്കും? 0 ആയിരിക്കും. സം ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് നമ്മളിവിടെ കിർച്ചോഫ് ഫസ്റ്റ് ലോയില് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണത് പോയിന്റിലേക്ക് വരുന്ന കറന്റ്, അതായത് ടുവേർഡ്സ് ആയിട്ടുള്ള കറന്റ് നമ്മൾ പോസിറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറന്റിനെ നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലോ. ഇതാണ് നമ്മൾ കിർച്ചോഫ് ഫസ്റ്റ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. ദ ആൾജിബ്രായിക് സം ഓഫ് ദ കറന്റ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് 0. അതായത് ഒരു പോയിന്റിലേക്ക് വരുന്ന കറന്റിന്റെയും പോകുന്ന കറന്റിന്റെയും ആൾജിബ്രായിക് സം എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയിരിക്കും. 2 ഈക്വലാണ്. ഒരു 3 കറന്റ് വരുന്നുണ്ടെങ്കിൽ 3 കറന്റ് എന്തായിരിക്കും? എവേ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയണത് മീറ്റ് ചെയ്യുന്ന ആൾജിബ്രായിക് സം ഓഫ് കറന്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി പറഞ്ഞത് വെച്ചാൽ ദ സം ഓഫ് കറന്റ് ഫ്ലോയിങ് ടുവേർഡ്സ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് കറന്റ് ഫ്ലോയിങ് എവേ ഫ്രം ദ പോയിന്റ്. അതായത് പോയിന്റിലേക്ക് വരുന്ന കറന്റിന്റെ സമ്മും പോകുന്ന കറന്റിന്റെ സമ്മും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 ആയിരിക്കും. While applying first law അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ കറന്റ് ഫ്ലോയിങ് ടുവേർഡ്സ് ഈസ് പോസിറ്റീവ്. അതായത് പോയിന്റിലേക്ക് വരുന്ന കറന്റ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് ദാറ്റ് ഫ്ലോയിങ് അവേ ഫ്രം ദ പോയിന്റ് ഈസ് നെഗറ്റീവ്. പോയിന്റിൽ നിന്ന് പോകുന്ന കറന്റിന് നമ്മൾ നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാണ്. ഇനി നമ്മൾ ഇതിന് നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പോവാണ്. അതായത് നമ്മൾ പറഞ്ഞു പോയിന്റിലേക്ക് വരുന്ന കറന്റ് എന്താണ്? പോസിറ്റീവും പോയിന്റിൽ നിന്ന് പോകുന്ന കറന്റ് നെഗറ്റീവാണ്. അപ്പൊ ഇതിലേക്ക് വരുന്ന ഫസ്റ്റ് കറന്റ് നോക്കുക. I1 എന്ന് പറഞ്ഞ കറന്റ് എന്ത് ചെയ്യണത്? ടുവേർഡ്സ് ദ പോയിന്റ് ആണ്. അപ്പൊ അത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. I1. അടുത്ത കറന്റ് I2 എന്താണ്? എവേ ചെയ്യാണ്. എവേ ചെയ്യുമ്പോ മൈനസ് ആണ്. അപ്പൊ മൈനസ് I2. അടുത്ത കറന്റ് I3 എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. കാരണം എന്താണ്? ടുവേർഡ്സ് ആണ്. അടുത്തത് മൈനസ്. അടുത്തത് ടുവേർഡ്സ് ദ പോയിന്റ് ആവുകൊണ്ട് I5 is equal to 0. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ചെയ്യാം. പ്ലസ് ഒക്കെ ഒരു സൈഡിൽ എഴുതാണ്. I1 പ്ലസ് I3 പ്ലസ് I5 മൈനസ് I2 മൈനസ് I4 is equal to 0.
അല്ലെ? അതായത് ദ കറന്റിന്റെ I is equal to 1 to n is equal to sigma I is equal to 1 to, അതായത് ടോട്ടൽ കറന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. The algebraic sum of current meeting at a junction is equal to 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ലോയെ നമുക്ക് ഫസ്റ്റ് ലോ ഈസ് ആൾസോ കോൾഡ് കറന്റ് ലോ. കറന്റിനെ കുറിച്ച് പറയുന്ന ലോ ആയതുകൊണ്ട് കറന്റ് ലോ ഓർ ജംഗ്ഷൻ റൂൾ. അപ്പൊ 3 തരത്തിൽ നമുക്ക് ഈ ലോയെ പറയാം. ഒന്നുകിൽ ക്രിച്ചോഫ് ഫസ്റ്റ് ലോ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ കറന്റ് ലോ, അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. ഈ 3 പേരിലും ഈ ലോ അറിയപ്പെടുന്നുണ്ട്. ക്രിച്ചോഫ് ഫസ്റ്റ് ലോ, കറന്റ് ലോ, ജംഗ്ഷൻ റൂൾ. അപ്പൊ ഈ 3 പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോ ആണ് എഴുതുന്നത്. ആദ്യം ഫിഗർ വരയ്ക്കുക, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇത് ലോ ഉണ്ടല്ലോ ആ ലോ എഴുതുക. എന്നിട്ട് നമ്മളിവിടെ ടുവേർഡ്സ് പോയിന്റിലേക്ക് വരുന്ന പോയിന്റ് കറന്റിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, എവേ ചെയ്യുന്നതിനെ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആൾജിബ്രായിക് സം ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് എഴുതുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് ലോ ഈസ് കോൾഡ് ഓൾസോ കോൾഡ് ആസ് കറന്റ് ലോ ഓർ ജംഗ്ഷൻ റൂൾ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ലോയിൽ പറയുന്നത്. ഇപ്പൊ നമ്മള് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിലെ റെസിസ്റ്റൻസ് ഇൻ പാരലൽ പറഞ്ഞു, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്, ക്രിച്ചോഫ് ഫസ്റ്റ് ലോ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ക്രിച്ചോഫ് സെക്കൻഡ് ലോ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.